അസ്സലാമു അലൈക്കും. പുതിയ ഒരു അധ്യയന വർഷം കൂടെ നമ്മളിലേക്ക് കടന്നു വരികയായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്യൂഷൻ എല്ലാവർക്കും കുട്ടികളെ വിടാൻ പറ്റിക്കൊള്ളുന്നില്ല. സാഹചര്യങ്ങൾ പലതായിരിക്കും. പക്ഷെ ഓരോ രക്ഷിതാവിനും എങ്ങനെയാണ് കുട്ടികളൊന്ന് മെച്ചപ്പെടുത്തിയെടുക്കാം എന്നൊരു ചിന്ത ഉണ്ടാവില്ലേ? ഇതിന് നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് മാതാപിതാക്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും? ഒരു രൂപയുടെ മുടക്കില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ചിന്തകൾ രക്ഷിതാക്കളുമായി പങ്കുവെക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് പല രക്ഷിതാക്കളും വിളിച്ച് പറയുന്നത് എന്താ അറിയാമോ? അവൻ നന്നായിട്ട് ആദ്യം പഠിച്ചിരുന്നു. ചെറിയ ക്ലാസ്സിലൊക്കെ നല്ല മിടുക്കനായിരുന്നു. എല്ലാം അവന് ഓക്കെ ആയിരുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ അവനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അങ്ങനെ കാര്യം കൈവിട്ടു പോയി. ശരിയല്ലേ? നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതേ അനുഭവം ഉണ്ടായിരിക്കാം. പക്ഷെ നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചെടുത്ത് അവരെ മിടുക്കന്മാരാക്കി എടുക്കണം എന്നുള്ളത്. അപ്പോഴേ നമ്മളിപ്പോൾ ഈ വെക്കേഷൻ്റെ ഈ സമയത്ത് കുറേ രക്ഷിതാക്കൾ ഉൾപ്പെടുത്തി കുറേ ദൂരെ ഒക്കെ ഉള്ള ആളുകളാണ്. അവർക്കൊന്നും ക്ലാസ് വരാൻ പറ്റാത്തത് കൊണ്ട് ഓൺലൈനായിട്ടൊക്കെ നമ്മൾ ഡീൽ ചെയ്തു. അപ്പോൾ ഞാൻ രക്ഷിതാക്കളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ അവരെ ഈ പഠിക്കടാ 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 എന്നുള്ള ആ ഒരു പല്ലവി മാറ്റിയിട്ട് നിങ്ങളും കൂടെ ഉൾപ്പെടുത്തി നിങ്ങളും കൂടെ അതിലേക്ക് കക്ഷി ചേർന്നുകൊണ്ട് ഒന്ന് ശ്രമിച്ചുകൂടെ? നിങ്ങൾ അതിനെ ഒരുക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് സംസാരിക്കാനുണ്ട്. അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാമോ എന്ന് ചോദിച്ചു. കാരണം നമ്മൾ ഈ പഠിക്കടാ പഠിക്കടാ പഠിക്കുക എന്ന് പറയുമ്പോൾ ചെണ്ടയോട് പറഞ്ഞ പോലെയാണ്. ചെണ്ടയോട് പറഞ്ഞതെന്താ? മിണ്ടാതിരിയട മിണ്ടാതിരിയട മിണ്ടും തോറും തല്ലും ഞാൻ. പറഞ്ഞ എന്താ? തല്ലാണ്ടരിയട തല്ലാണ്ടരിയട തല്ലും തോറും മിണ്ടും ഞാൻ. ഇതാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. നമ്മുടെ ഈ പഠിക്കടാ പഠിക്കടാ എന്ന് പറഞ്ഞ് നമ്മൾ മേശയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കടാ പഠിക്കടാ എന്ന് പറഞ്ഞ മൊബൈലും തോണ്ടി കസാരമ്മൽ കാലും നീട്ടി അല്ലെങ്കിൽ ചേറ്റടിയിൽ ഇങ്ങനെ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല ഇപ്പോഴത്തെ പിള്ളേരെ പഠിത്തം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞപ്പോൾ ആ കുട്ടികൾ അതിൽ പല ആളുകൾക്കും ഹിന്ദി പ്രശ്നമുള്ള ആൾക്കാരാണ്, വായിക്കാൻ പറ്റുന്നില്ല, 7, 8 എത്തിയിട്ടുണ്ട്. വേറെ പിള്ളേരാവട്ടെ എന്താ പറയുക, ഈ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൻ്റെ പ്രശ്നമുള്ളവരുണ്ട്, കൂട്ടി വായിക്കാം, ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ അവരോട് പറഞ്ഞു, നിങ്ങൾ രാവിലെ 10 മണിക്ക് ഒരു വോയിസ് ഇടും, പിന്നെ 1 മണിക്ക് ഒരു വോയിസ് ഇടും, പിന്നെ ഒരു 7 മണിക്ക് വൈകുന്നേരം 7 മണിക്ക് ഹിന്ദി ഇംഗ്ലീഷ് എല്ലാം വായിച്ചിട്ട്. ഇപ്പം നിങ്ങളോട് ആ ഒരു കാര്യങ്ങളും കൂടെ അനുഭവങ്ങളും കൂടെ നമ്മൾ പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ഈ വെറും ഒരു ക്ലാസ് റൂം അല്ലാത്തത് കൊണ്ട് ഇപ്പം നമ്മൾ എന്താ പറയുക, റിയൽ ഗ്രൗണ്ട് ലെവലിൽ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക ഗ്രൗണ്ടിൽ ലെവലിൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ വർക്ക് ചെയ്തിട്ടാണ് ഈ നാട്ടിലെ അല്ലെങ്കിൽ നാട്ടും പുറത്തെ മക്കളുടെ അവസ്ഥ എന്താണ്, അവരെ പൾസ് എന്താണ്, അവരെ ട്രീറ്റ് ചെയ്യേണ്ട രീതി എന്താണെന്ന് ഏകദേശം നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കൈക്കോട്ടും വികാസവും ഒക്കെ എടുത്ത് നമ്മൾ പാടത്തൊക്കെ പോയി അത് എന്താ പറയുക ഈ വിത്തും കാര്യങ്ങളൊക്കെ മുളപ്പിച്ച് കൃഷിയൊക്കെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഏകദേശം അവരെ ഒരു റിസർച്ചും കൂടിയാണ് നമ്മൾ ഇതിൻ്റെ പിന്നിൽ. കാരണം ഈ വന്ന് തുടങ്ങുമ്പോഴുള്ള കുട്ടി എന്താ പറയുക, ആ കുട്ടിയെ നമ്മളിങ്ങനെ നിരീക്ഷിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന മാറ്റം, കാരണം കുട്ടികളുടെ ബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആധികാരികമായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പം ഞാൻ ഈ രക്ഷിതാക്കളോട് പറഞ്ഞു, ഇപ്പം ഞാൻ നോക്കിയപ്പോൾ വെക്കേഷൻ കഴിയല്ലേ, ചില കുട്ടികളെ അയച്ചിരിക്കുന്ന വോയിസ് മൊത്തം നോക്കിയാൽ 313, 299 അതേ ലെവലിൽ അവർ ആവേശം കൊണ്ട് ഹിന്ദിയും ഇംഗ്ലീഷൊക്കെ വായിച്ചു വിട്ട വോയിസാണ് ഈ പറയുന്നത്. അപ്പം ഇവിടെ എനിക്ക് നിങ്ങൾ ചില കാര്യങ്ങളുമായിട്ട് രക്ഷിതാക്കളോട് സംസാരിക്കണം എന്ന് തോന്നി. ഇപ്പൊ പുസ്തകജ്ഞാനമുണ്ട്, മസ്തകജ്ഞാനമുണ്ട്. എന്താണ് ഈ പുസ്തകജ്ഞാനം? എന്താണ് ഈ മസ്തകജ്ഞാനം? മസ്തകം എന്ന് പറഞ്ഞാൽ ആനയുടെ ആ തല, ആ ഭാഗത്തിനാണ് മസ്തകം എന്ന് പറയുന്നത്. അപ്പൊ കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കാതെ, ഒരു പുസ്തകത്തിൽ നിന്നും കാണാതെ പഠിക്കാതെ അത് മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ച് അത് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതും മറ്റൊന്നുമായിട്ട് മാറ്റമുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ 5 ഭാഷ ഇപ്പോൾ ഒരു കുട്ടി പഠിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ക്രാഷ് കോഴ്സ് അല്ല. ഒരു കുട്ടി അവൻ്റെ സ്കൂൾ പഠനം പൂർത്തിയാകുമ്പോഴത്തേക്ക് 5 ഭാഷ, ഏതൊക്കെ? അറബി, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, പിന്നെന്താ, പിന്നെ സംസ്കൃതം. ഈ 5 ഭാഷ 1, 2, 3 മാസത്തെ ക്രാഷ് കോഴ്സ് അല്ല കേട്ടോ. വർഷങ്ങളോളം എഴുത്തും വായനയൊക്കെ പഠിച്ചിട്ട് എത്ര കുട്ടികൾക്ക് ഇത് ശരിക്കും സംസാരിക്കാൻ പറ്റുന്നുണ്ട്? എത്ര കുട്ടികൾക്ക് ഗ്രാമർ കുഴപ്പമില്ലാതെ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഈ സംസ്കൃതം എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഒരുപാട് ശ്ലോകങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? മത്സ്യസ്യ ഗുമേധസ്യ അരവിന്ദസ്യ ജായകയോരി പ്രസൂതരാം പേശാംഗം പ്രതക് പ്രതക്. എന്താ പറഞ്ഞത്?
മത്സ്യവും അരയന്നവും വേഴാമ്പലും എന്താ പറയുക ഈ താമരയൊക്കെ വെള്ളത്തിൽ തന്നെയാണ് പിറവിയെടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ഗുണം വ്യത്യസ്തമാണ്, അതിൻ്റെ കഴിവ് വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ ഈ വീട്ടിലെ കുട്ടിയും ആ വീട്ടിലെ കുട്ടിയും ആ വളവ് കഴിഞ്ഞ് അവിടെ ഒരു വീടില്ലേ, ആ വീട്ടിലെ കുട്ടിയൊക്കെ ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ കഴിവ് വ്യത്യാസമുണ്ട്. ഈ കഴിവ് നമ്മൾ മാറ്റിയെടുത്ത്, ഈ കഴിവ് നമ്മൾ തിരിച്ചറിഞ്ഞ് മറ്റുള്ള എല്ലാ ഏടാകൂടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി ആ കഴിവ് പരിപോഷിപ്പിച്ചെടുക്കുമ്പോഴാണ് രക്ഷിതാവാകുന്നത്. അതാണ് റിയൽ പാരന്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു 4-5 ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേ അടിസ്ഥാനം, 4-5 എന്നല്ല അതിന്റെ മുന്നേ അടിസ്ഥാനം, ഫൗണ്ടേഷൻ തന്ന സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഒരു റോഡാവട്ടെ, അല്ലെങ്കിൽ ഒരു വീടാവട്ടെ, അല്ലെങ്കിൽ ഒരു തൊഴുത്തായാൽ പോലും അതിന്റെ ഫൗണ്ടേഷൻ ശരിയല്ലെങ്കിൽ എന്താവും? അത് കൂപ്പുകുത്തും. പക്ഷെ അത് മഴക്കാലത്തായിരിക്കും. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ അത് പരീക്ഷ കാലത്തായിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ പരീക്ഷന്റെ റിസൾട്ട് വന്നു എത്ര ലക്ഷം കുട്ടികളാണ് തോറ്റിരിക്കുന്നത് അല്ലേ? ഒരു പക്ഷേ നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു കോൺട്രിബ്യൂഷൻ ആ ഒരു ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നല്ല തിളക്കമാർന്ന വിജയം അവർക്കും അവർക്കും ഒരു പക്ഷേ നേടാൻ കഴിയുമായിരിക്കാം. പക്ഷേ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യങ്ങൾ ഇപ്പം പിന്നെ അറബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ വളരെ എന്താ പറയുക ജോലിക്കും പ്രൊഫഷനും ഒക്കെ പറ്റുന്ന ഒരു ഭാഷയാണ് അറബി. പ്ലസ് പോയിന്റ് ആണ് ഓരോ കുട്ടിക്കും ഒരു അറബി ചെറുപ്പത്തിൽ. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അറബിയൊക്കെ ഒന്ന് സംസാരിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാരണം എല്ലാ സ്ഥലത്തും ഇപ്പം ലോകം തന്നെ പെട്ട കുറേ ട്രാവലായിട്ടും മറ്റേതായിട്ടും ഒക്കെ ഇങ്ങനെ എന്താ പറയുക ഒരു നീണ്ടു കിടക്കുന്ന ഒരു കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ഇപ്പം നമ്മൾ ഒരു ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊരു പ്ലസ് പോയിന്റ് എന്നറിയാം. ഇപ്പോൾ നമ്മൾ ദുബായിൽ പോയി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒമാനിൽ പോയി, ഖത്തറിൽ ബഹ്റൈനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മുദീർ മല്ലി ദാറത്തുൽ ബസരിയ എന്തൊക്കെ സിറദാത്തി അവർ ചോദിക്കുകയാണ്. ഓക്കെ ഫദ്ദൽ يعني شو المؤهلات ولا شو الخبرات عندك في هذا المجال. അടുത്ത ചോദ്യം. കാരണം എന്താ, നമ്മൾ കൊടുത്ത സർട്ടിഫിക്കറ്റ്, നമ്മൾ കൊടുത്ത എന്താ പറയുക നമ്മുടെ ആ ഒരു ഷഹാദ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് അവർ വളരെ ഇമ്പ്രസീവാണ്, അവർ ഭയങ്കര മതിപ്പാണ്. അപ്പൊ നമുക്കതൊക്കെ അറിയുമെന്നുള്ള ലെവലിലാണ് അവർ ചോദിക്കുന്നത്. അടുത്തതും ചോദ്യം അടുത്തത് വന്നു. മാത്രമല്ല ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ജോലിയിൽ നല്ലൊരു സ്ഥാനത്തെത്താനും അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ തിളക്കമാർന്ന ഒരു പൊസിഷനിലേക്ക് എത്താനൊക്കെ നമുക്ക് കഴിയും. ഇപ്പം നമുക്കറിയാം, ഈ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ ഒരുപാട് കുട്ടികൾ വളരെ പ്രതീക്ഷയോടെ പഠിക്കുന്നു. ഇത്ര കോളുകളാണ് വരുന്നത്. അവരും അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജോലി ഇഷ്ടംപോലെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാത്തിലും എന്താ പറയുക A+ ആണ്, പിന്നെ LSS ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ അവരും കാര്യങ്ങൾ തിരിച്ചറിയുന്നത് ഒരു ജോലിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴാണ് അവർ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് കുട്ടികളെ കുറച്ച് വാക്കുകളൊക്കെ പഠിപ്പിച്ച് എന്താ പറയുക വൊക്കാബുലറി ഫണ്ടൊക്കെ വളരെ ശക്തമായൊരു വൊക്കാബുലറി ഫണ്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്തുകൂടാ? ഇതിനെന്തൊക്കെയാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം. ഒരുപാട് കൗൺസിലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഒരു 1000 വാക്കൊക്കെ ഒരു കുട്ടികൾ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു വിഷയമല്ല. ചില കുട്ടികൾക്ക് അതൊരു 8 മാസം എടുത്തേക്കാം, ചില കുട്ടികൾക്ക് ഒരു കൊല്ലം എടുത്തേക്കാം. 1000 വാക്ക്, അതായത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്ക് 1000 വാക്ക്, അതിൻ്റെ സ്പെല്ലിങ്, അതിൻ്റെ അർത്ഥം മാത്രമല്ല അത് നമ്മൾ ഈ പഠിക്കുന്ന ഈ ഗ്രാമറും ടെൻസൊക്കെ ഉപയോഗിച്ച് അതിലൊരു വാക്യത്തിൽ അവരെ പ്രയോഗിക്കുകയും ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമല്ല, അങ്ങനെ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ ഇപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത് അമ്മമാരോടാണ്. നിങ്ങൾ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും കുട്ടി ഇന്നും ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ കുട്ടിയെ പഠിപ്പിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവരും ഏറ്റവും എന്താ പറയുക ആ കാര്യങ്ങൾ നിർവഹിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവരും നിങ്ങളാണ്. കാരണം ഉപ്പിനോളം വരില്ല ഉപ്പിലിട്ടത്. എങ്ങനെ? ഉപ്പിനോളം വരില്ല ഉപ്പിലിട്ടത്. ഇപ്പം രാവിലെ എണീറ്റ് മദ്രസ പോവാം, റിസ്ക് ഉള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളത് ചെയ്യിപ്പിച്ച് ഒരു ശീലമാക്കിയെടുത്തപ്പോൾ കുട്ടി നേരെ പോകുന്നു. ബ്രഷ് ചെയ്യുക, തല തോർത്തുക, ഇതൊക്കെ എന്തോരം റിസ്ക് ഉള്ള കാര്യങ്ങളാണ് അല്ലേ? ആ റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് ശീലിപ്പിച്ചത് കൊണ്ട് അത് ജീവിതത്തിലുടനീളം അവർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അത്ര ഒന്നും റിസ്ക് ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞെന്താ വാക്കുകൾ പഠിപ്പിക്കുക, ഗ്രാമർ പഠിപ്പിക്കുക. അവിടെയൊക്കെ പ്രശ്നം എന്തെന്നറിയാമോ? നിങ്ങൾ ഈ പുസ്തകജ്ഞാനം എന്ന് പറഞ്ഞ ആ പുസ്തകം വെച്ച് അതിൻ്റെ ട്രിക്കുകളാണ്, ചില സമീപനത്തിലുള്ള മാറ്റങ്ങളാണ് ഏതൊരു കുട്ടിയും നമുക്ക് മാറ്റി എടുക്കാൻ കഴിയുന്നത്.
അപ്പോൾ പിന്നെ വാക്കുകൾ പഠിപ്പിക്കുക. അതുപോലെ ഒരു പാഠഭാഗം ഇപ്പോൾ സ്കൂളിലൊക്കെ എടുക്കുന്ന പാഠഭാഗം, ആ പാഠഭാഗം മൊത്തം മനസ്സിലാക്കി അത് കാര്യങ്ങളൊക്കെ പറയിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് ഇംഗ്ലീഷ് പ്രസൻറ്റേഷൻ ചെയ്യിപ്പിക്കുക. നടക്കുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതൊക്കെ നടത്തിയിട്ടും ഇതൊക്കെ നടക്കാവുന്ന കാര്യങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. അത് നിങ്ങൾ കാരണം ഇത് മലയാളം മീഡിയത്തിലുള്ളവർക്ക് മീഡിയ ഒന്നൊരു വിഷയമല്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീഡിയ അല്ലെങ്കിൽ ഏത് സ്കൂൾ ഇതൊന്നുമല്ല വിഷയം. നിങ്ങൾ നിങ്ങളെ കുട്ടിക്ക് വേണ്ടി നിങ്ങളെ വീട്ടിൽ നിന്ന് അവരോടൊപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പോൾ അങ്ങനെ സമയം ചെലവഴിച്ച രക്ഷിതാക്കളുടെ കുട്ടികൾ അവർ ഇംഗ്ലീഷ് ഒരു പാഠം അങ്ങോട്ട് വായിച്ചിട്ട് ആ പാഠം മൊത്തം ഇംഗ്ലീഷിൻ്റെ പാഠം ഒന്ന് വായിച്ചിട്ട് ആ പാഠം മൊത്തം മനസ്സിലാക്കി അത് ഇംഗ്ലീഷിൽ തന്നെ പ്രസൻറ്റേഷൻ ചെയ്യുകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ഞാൻ നിങ്ങൾക്ക് ഇതിന് താഴെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ബോധ്യമാവും. കാരണം എന്താ, അവരെ രക്ഷിതാക്കൾ അതിന് വേണ്ടി സമയം ചെലവഴിച്ചപ്പോൾ ആ രീതിയിൽ ഒരു ഇത്തിരി സമയം മതി, പക്ഷേ നമ്മുടെ സമീപനത്തിലുള്ള മാറ്റം. അപ്പം ഇതുമായി സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ളൊരു വേദി വരട്ടെ നാട്ടിൽ. നമ്മൾ പഠിച്ച ആ ഒരു കുറ്റിയിൽ തന്നെ കറങ്ങി നമ്മുടെ കുട്ടികളെ ഒരിക്കലും നമ്മൾ നാശാക്കണ്ട. മാത്രമല്ല നമ്മൾ ഈ രീതിയിൽ നിങ്ങൾ വാക്കുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അതുപോലെ ഈ ഗണിതത്തിൻ്റെ കുറേ അടിസ്ഥാന കാര്യങ്ങൾ, ഭിന്നസംഖ്യകൾ എന്താണ്, അംശം, ഛേദം, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ഇരുന്ന് അവരെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ സ്കൂൾ അധ്യാപകർക്കും വളരെ സന്തോഷമായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ കുട്ടിക്ക് ഗ്രഹിക്കാൻ പറ്റും. മാത്രമല്ല എക്സാം വരുമ്പോൾ അവർക്ക് നല്ല മാർക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു രക്ഷിതാക്കളെല്ലാം കൂടെ കൂട്ടം കൂടുന്നു. അങ്ങനെ ആ കുട്ടികളെല്ലാം കൂടെ അവിടെ വരുന്നു. എന്നിട്ട് കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച പോയൊന്നുമില്ല. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്ലാനുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു സ്റ്റേജ് അവിടെ രൂപപ്പെട്ടു വരുന്നു. അങ്ങനെ എല്ലാ രക്ഷിതാക്കളും അവിടെ വന്ന് ഇരിക്കുന്നു. എല്ലാ രക്ഷിതാക്കളുടെ മുമ്പിൽ അവർ കയറി സ്റ്റേജിൽ പ്രസംഗിക്കുന്നു. അവന് ബീച്ചിൽ പോയ കാര്യങ്ങളായിരിക്കും ഇവന് പറയേണ്ടത്. മറ്റവന് ഇപ്പം ഇന്നാൾ ഞാൻ ഒരു കുട്ടീനോട് ചോദിച്ചപ്പോൾ അവന് പറയുന്നത് ഭാരത് ബെൻസ് ലോറി, ഇതാണ് അവൻ്റെ. അപ്പം അതിനെപ്പറ്റി ഞാൻ ചോദിച്ചപ്പോൾ എല്ലാ ഡീറ്റെയിൽസും അവനറിയാം. അതിന് റോട്ടിൽ വെക്കാൻ വേണ്ടി എത്ര ലക്ഷം വേണം, ഇത് വേണം, അതൊക്കെ കാര്യങ്ങളും അറിയാം. അപ്പം ഞാൻ പറഞ്ഞു ശരി നമുക്കിതൊന്ന് ഇംഗ്ലീഷിലൊന്ന് സെറ്റ് ചെയ്യാന്ന് വെച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവൻ സെറ്റാക്കി പറയാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ചിലപ്പോൾ മെസ്സിൻ്റെ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ഭ്രാന്തന്മാരായിരിക്കും. അങ്ങനെ നിങ്ങൾ കുറച്ചും കൂടെ ഒരു കാര്യമായിട്ട് ഈ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രസൻറ്റേഷനും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഔപചാരികമായിട്ടുള്ള പരിപാടികൾ ഉണ്ടാകുമ്പോൾ, ഇപ്പം ഈ സ്കൂളിലൊക്കെ കലക്ടർ വരുന്ന പരിപാടിയോ മിനിസ്റ്റർ വരുന്ന പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾ കയറി ചെറുപ്രായത്തിലേ അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. മാത്രമല്ല ഈ ഒരു അധ്യയന വർഷം നമുക്ക് എന്താ പറയുക സമ്പൽ സമൃദ്ധമായി ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും. അപ്പം ഞാൻ ഇതൊക്കെ നടക്കുമെന്നാവും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ടുതരാം. കുറേ വീഡിയോ ഉണ്ട്, പക്ഷേ ഒറ്റ വീഡിയോ ഇട്ടുതരാം. കാരണം അവരൊക്കെ രക്ഷിതാക്കൾ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടും അവരെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ടും വളരെ മാറ്റമുള്ളത്. അതൊന്ന് മാറ്റിയിട്ട് ആ ഒക്കെ കണ്ടിട്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തുക. ഒരിക്കലും നിങ്ങൾ ഈ കുട്ടികളുടെ സമയമാണ്, പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ കാലമാണ് AI അതുപോലെ റോബോട്ടൊക്കെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പിള്ളേർ ഇപ്പോഴും ഇതൊന്നും അറിയാതെ ഒരു കാര്യം ചോദിച്ചാൽ ബബ്ബടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലേ? നമുക്കൊരു പക്ഷേ അത് ഫീൽ ആവില്ല. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും പിന്നെ ഒരു ജോബിനോ അതിനൊക്കെ പോയി കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കാലോചിതമായ ഒരു മാറ്റം ഇതിൽ വരട്ടെ, അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം നിങ്ങളൊന്ന് കണ്ട് വിലയിരുത്തുക. ഇതുപോലെ നിങ്ങൾ അമ്മമാരും അതുപോലെ എന്താ പറയുക ബന്ധപ്പെട്ട ആളുകളൊക്കെ വീട്ടിലിരുത്തി കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ശരി, സന്തോഷം.